السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام عليك يا رسول الله. خذ بيدي قلت حيلتي وأدركني مرادي يا رسول الله. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാരുണ്യം വിട്ടുവീഴ്ചയും മഞ്ഞു നിൽക്കുന്ന ആധുനിക യുഗത്തിൽ ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തെയും വിട്ടുവീഴ്ചയും കുറിച്ച് സംസാരിക്കുക എന്നത് വളരെ മഹത്തരമായ കർമ്മമായി ഞാൻ മനസ്സിലാക്കുന്നു. ആദരവായ തിരുകുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ ആദരവായ മുത്തുനബിയെ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടില്ല. മനുഷ്യരോട് മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളോടും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളോടും അങ്ങേയറ്റം കാരുണ്യമായിരുന്നു പ്രവാചകന്. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാണിക്കും. കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു പ്രവാചകൻ. വലിയവരെ ബഹുമാനിക്കാത്തതും ചെറിയവരോട് ആദരവ് കാണിക്കാത്തതും നമ്മിൽപ്പെട്ട എല്ലാം റസൂൽ ഉണർത്തുകയുണ്ടായി. വൃദ്ധന്മാരോടും കുട്ടികളോടും സ്ത്രീകളോടും അങ്ങേയറ്റം കാരുണ്യത്തോടെ പെരുമാറുകയുണ്ടായി. പ്രവാചക തിരുമേനി ഒരു ദിവസം പേരക്കുട്ടികളായ ഹുസൈനെയും ചുംബിക്കുകയും മടിയിലിരുത്തുകയും ചെയ്ത രംഗം തമീം ഗോത്രക്കാരനായ അൽ അഖ്റ ഇബ്നു ഹാബിസ് കണ്ടപ്പോൾ അത്ഭുതത്തോടെ പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, അതിൽ ഒരാളെ പോലും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. ഉടനെ പ്രവാചകൻ അയാൾക്ക് നേർക്ക് നോക്കി ഇങ്ങനെ പ്രതിവദിച്ചു, കരുണ ചെയ്യാത്തവന് കണ്ണ് ലഭിക്കുകയുമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തെ പിഴുതെടുത്തെങ്കിൽ എനിക്ക് തിരിച്ചു നൽകുവാൻ കഴിയുമോ? സഹോദരന്മാരെ, പ്രവാചകന് കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ ആയം എത്രയാണെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകനോട് ശത്രുത പുലർത്തിയുന്ന മക്ക നിവാസികൾക്ക് ലോകം മുഴുവൻ കുടുസായി അനുഭവപ്പെടുകയും അവർ കൊള്ളുകയും ചെയ്ത അവസരം. അതായത് മക്ക വിജയത്തിന്റെ ദിവസം തിരുമേനി അവരോട് ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അവർ പറഞ്ഞു, നല്ലത് മാത്രം. അങ്ങ് മാന്യനായ സഹോദരന്റെ മകൻ. അപ്പോൾ നബി പറഞ്ഞത്, ഇന്ന് നിങ്ങൾക്ക് മേൽ യാതൊരു പ്രതികാരവുമില്ല, നിങ്ങൾ സ്വതന്ത്രയാണ്. മറ്റൊരിക്കൽ ഒരു വൃദ്ധയായ സ്ത്രീ ഭാരം കൂടിയ വിറകുകൾ തലയിൽ ചുമന്ന് നടക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് അത് താഴെ വീണു. സഹായത്തിനായി ആരെങ്കിലും വരുമെന്ന് നോക്കി നിന്നു. ആരും വന്നിട്ടില്ല. അത് കണ്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വന്നു. ആ വിറകുകൾ എടുത്തു ആ വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലെത്തിച്ചു കൊടുത്തു. ആ സ്ത്രീ അത്ഭുതപ്പെട്ടു. ഇത്രയും കാരുണ്യത്തോടെ ഒരാൾ സഹായിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ആ സ്ത്രീ അന്ന് മനസ്സിലാക്കി, ഒരു ചെറിയ കരുണ പോലും മനുഷ്യരെ ഹൃദയം മാറ്റാൻ കഴിയും. ഏറ്റവും ന്യൂനതമായ ആയുധങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന കാലത്ത് പ്രവാചകൻ കാണിച്ച മാതൃക അത്ര മഹിതകരമാണ്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ പ്രവാചക മാതൃകകൾ ജീവിതത്തിലുടനീളം ചെയ്ത് ജീവിക്കേണ്ടതുണ്ട്. അതിന് നാഥൻ ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.